ട്ടെ. ഇന്നത്തെ അല്പസമയത്തെ വേദ പഠന ചിന്തയ്ക്ക് വേണ്ടി സദൃശവാക്യത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവത്തിന് മഹത്വം. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, തിരുനാമത്തെ സ്തുതിക്കുന്നു. അല്പസമയം ഞങ്ങളുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഈ വചനവുമായി ആയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. ഹല്ലേലൂയ. കർത്താവേ, വചനം സംസാരിക്കാൻ അടിയനെ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ സകലവും സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. നാം വായിച്ചു കേട്ട ഈ വാക്യം വളരെ സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. പല ദൈവദാസന്മാരിലൂടെയും നമുക്ക് ഇതിനു മുമ്പ് കേൾക്കുവാൻ ഇടയായിട്ടുള്ള ഒരു വാക്യമാണ്. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. എല്ലാ വഴികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ വഴി എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? വഴി യാത്ര ചെയ്യാനാണ്, അല്ലേ? അപ്പം നമ്മൾ ഒരു യാത്രയിലാണിപ്പോൾ, നമ്മുടെ ജീവിത യാത്രയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ജീവിത യാത്ര എന്ന് പറയുമ്പോൾ ഒരു നദി നീന്തി കിടക്കുന്ന പോലെയാണ് ജീവിതയാത്ര എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ജനിക്കുമ്പോൾ ഈ നദിയുടെ ഇക്കരയിൽ നിന്ന് നീന്തി തുടങ്ങുവാണ്, അല്ലേ? ഇപ്പോൾ പലരും എവിടെ എത്തി കാണും? ചിലവർ പകുതി എത്തി, ചിലവർ മുക്കാലെത്തി, അല്ലേ? ഈ കുഞ്ഞുങ്ങളൊക്കെ നീന്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ചിലവർ നാളെ എവിടെ എത്തും? നമുക്ക് ആർക്കാണ് എപ്പോഴാണ് ജീവിതയാത്ര അവസാനിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ജീവിതയാത്ര നമ്മളെല്ലാം നീന്തുവാണ്. ഈ നീന്തുന്ന അവസ്ഥയിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? അക്കരെ നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മളെല്ലാവരും നീന്തുക. പക്ഷേ ഈ നീന്തുന്ന സമയത്ത് പല പ്രതികൂലങ്ങൾ വരും, അല്ലേ? പുഴയിലൂടെ നീന്തുമ്പോൾ കാറ്റ് വരാം, അല്ലേ? മഴ വരാം, ഓളമടിക്കാം, പല പല പ്രതികൂലങ്ങൾ ഈ ജീവിതയാത്രയിൽ നമുക്ക് വരും. ആ സമയത്തെല്ലാം നമുക്ക് വേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. അതാണ് സങ്കീർത്തനം 119:105. അതൊന്ന് വായിക്കാമോ? ദൈവത്തിന് മഹത്വം. ആ വാക്യം ഒന്ന് ഡിസ്പ്ലേയിൽ ഇടാമോ? 119:105. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. കണ്ടോ, നമ്മൾ ഒരു ഇരുട്ടിലൂടെ യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് മുമ്പിൽ വെട്ടമൊന്നുമില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു വെട്ടം, ഒരു ടോർച്ച് നമ്മുടെ മുമ്പിൽ അടിച്ചാൽ നമ്മുടെ യാത്ര ഈസിയായി. ഇവിടെ പറയുന്നത് നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം. അപ്പം നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വേണ്ടത് എന്താ? ദൈവത്തിൻ്റെ വചനം, അല്ലേ? ദൈവവചനം നമ്മുടെ മുമ്പിൽ വെളിച്ചമായി പോയി കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്ത് നമ്മൾ പോയാൽ തീർച്ചയായും നമ്മുടെ ആ യാത്ര നമുക്ക് സുഗമമായി തീരും. ഇരുട്ടിലൂടെ പോവുക, അല്ലേ? കൂരിരുൾ താഴ്വരയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഈ ദൈവവചനം നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് മുമ്പോട്ട് പോകാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വചനം പറയുന്നത്, അല്ലേ? നമ്മൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അത് ചെയ്തു. 50-ന് മേലെ വാക്യങ്ങളാണ് കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഇവിടെ പറഞ്ഞത്. നമ്മൾ അവർക്കൊരു ബേസ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇവർ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മിഡിൽ ഏജിലെത്തുമ്പോൾ ഇവർക്ക് പ്രതികൂലങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഈ വാക്യമാണ് അവരെ നയിക്കുന്നത്, അല്ലേ? സങ്കീർത്തനം 23:4 കുഞ്ഞുങ്ങൾക്കെല്ലാം കാണാതെ അറിയാം. ഇങ്ങനെയാണ്: കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരാളടുത്തും ഭയക്കുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇങ്ങനെയുള്ള ഓരോ വാക്യങ്ങളും നമ്മളുടെ മനസ്സിൽ കയറുമ്പോൾ തീർച്ചയായും നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള യാത്ര സുഗമമായി തീരും. ഇപ്പം നമ്മൾ ഇരുട്ടുള്ള വഴി പോകുന്ന പോലെ തന്നെയാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് വെല്ലണ്ടിലേക്ക് യാത്ര ചെയ്യാമെന്ന് വെച്ചോ. എനിക്ക് വഴിയൊന്നും അറിയില്ല. ഞാൻ പുതിയതായിട്ട് കാനഡയിൽ വന്നതാണ്. പോകാമെന്ന് വിചാരിച്ചോ. അപ്പോൾ എനിക്ക് വഴി അറിയാതെ പോകാൻ പറ്റുമോ? ഞാൻ കാർ ഓടിച്ച് ഇഷ്ടം പോലെ വഴികളാണ്, മുമ്പേ ആ വഴി ഈ വഴി എല്ലാം ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഗൂഗിൾ മാപ്പ് ഇടും, അല്ലേ? ആ മാപ്പ് ഇടുമ്പോൾ ഒരു വഴിയും തെറ്റാതെ ഞാൻ അവിടെ എത്തിച്ചേരും. ഈ ഗൂഗിൾ മാപ്പാണ് ദൈവവചനം. നമ്മുടെ ജീവിതം എൻഡ് വരെ എത്തിക്കാൻ, ഈ യാത്ര അവസാനം വരെ എത്തിക്കുവാൻ നമുക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം നമ്മൾ ഹൃദയസ്ഥമാക്കണം. ആ വചനത്തിലൂടെ വേണം യാത്ര ചെയ്യാൻ. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെയുള്ളവരെല്ലാവരും ബാച്ചിലേഴ്സ് ഉണ്ട്, ഫാമിലി ലൈഫിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ബാച്ചിലർ ലൈഫിൽ നിന്ന് ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ നമ്മുടെ യാത്രയുടെ ഒരു ഘട്ടമാണത്. എല്ലാവരും അതിൽ പോയേ പറ്റുള്ളൂ. കാരണം ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ എൻ്റെയർ ഡിഫറൻ്റാണ്, അല്ലേ? നമ്മളുടെ വിവാഹ ശുശ്രൂഷയൊക്കെ നടത്തുന്ന സമയത്ത് പാസ്റ്റേഴ്സൊക്കെ കൈപിടിപ്പിച്ചൊരു ഉഭയസമ്മതം ചൊല്ലിക്കുന്ന അതിൻ്റെ അകത്ത് ഈ സഹോദരന്മാർ പറയുമല്ലോ, എന്താ, സുഖത്തിലും ദുഃഖത്തിലും, അല്ലേ?
സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞാൻ നിന്നെ പോറ്റി പുലർത്തിക്കൊള്ളാം എന്നാണ് സഹോദരന്മാർ പറയുന്നത്. സഹോദരിമാർ തിരിച്ച് പറയുന്നത് എന്താ? ഞാൻ അങ്ങയെ ബഹുമാനിച്ച് കീഴ്പ്പെട്ട്, അല്ലേ, അങ്ങനെയൊക്കെ പറയും. എന്നാൽ ജീവിതയാത്രയിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇച്ചിരി ബഹുമാനക്കുറവൊക്കെ വരാം, അല്ലേ? തീർച്ചയാണ്, സ്വാഭാവികമാണ്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതയാത്ര കംഫോർട്ട് ചെയ്യുവാൻ നമുക്ക് വേണ്ടതാണ് ദൈവവചനം. ഈ ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ തീർച്ചയായും നമുക്ക് അക്കരെ യാത്രയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ദൈവത്തിന് മഹത്വം. അടുത്തത്, നമുക്ക് ഈ ജീവിതയാത്ര ഒരു വിജയകരമാക്കി തീർക്കുവാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ചിന്തിക്കാം, അല്ലേ? നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല ഫ്ലൈറ്റുകളിലും വെബ്സൈറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ലെസ് ലഗേജ് മോർ കംഫോർട്ട്. കേട്ടിട്ടുണ്ടോ? ലെസ് ലഗേജ് മോർ കംഫോർട്ട്. നിങ്ങൾ അധികം ലഗേജ് കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങളുടെ യാത്ര കംഫോർട്ടായിരിക്കും. ഭാരം, അല്ലേ? ഭാരം കൂടുന്തോറും, അല്ലേ? ഇപ്പോൾ എൻ്റെ ചുമലിൽ 20 കിലോ വെച്ച് ഞാൻ നടക്കുവാണ്, ഭാരമൊന്നും ഇല്ലാതെ ഞാൻ നടക്കുവാണ്, ഏതായിരിക്കും എനിക്ക് കംഫോർട്ട്? ഭാരം, അല്ലേ? ഭാരം കുറയ്ക്കണം. അതിനെന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. എബ്രായർ 12:1-2 നമുക്ക് വായിച്ചാലോ? എബ്രായർ 1:2. നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. മതി, അത് മതി. ദൈവത്തിന് മഹത്വം. ഇവിടെ കണ്ടോ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മൾ യാത്ര ചെയ്യുവാണ്. യാത്ര ചെയ്യുമ്പോൾ എവിടെയാണ് ഭാരം വരുന്നത്? പാപം. നമ്മുടെ ജീവിതത്തിൽ പാപം വരുന്നോറും ഭാരം കൂടിക്കൊണ്ടിരിക്കും. ഈ യാത്ര സുഗമമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവവചനത്തിൽ മുറുകെ പിടിച്ച് പോകുമ്പോഴാണ് പാപം വരുന്നത്. പാപം വരുമ്പോൾ യാത്ര കഠിനമായി. ഒരു പാപം ചെയ്യും 5 കിലോ വന്നു, അടുത്ത പാപം ചെയ്തു 10 കിലോ വന്നു. വിശുദ്ധമായി ബൈബിൾ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പാപം വരുന്തോറും നമ്മുടെ യാത്ര കടുപ്പമേറും. ഭാരം കുറയ്ക്കണം. നമ്മുടെ ജീവിതയാത്ര സുഗമമായി തീർക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ നമ്മൾ തയ്യാറാവണം. ദൈവത്തിന് മഹത്വം. അടുത്തായി എൻ്റെ അകത്ത് പറയുന്നത് സ്ഥിരതയോടെ ഓടാനാണ് പറയുന്നത്. സ്ഥിരതയോടെ, അല്ലേ? നമ്മൾ ഈ ജീവിതയാത്ര സ്ഥിരതയോടെ ഓടണം. അതായത് നമ്മൾ ചിന്തിക്കും, മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യപ്പെടും. കണ്ടോ, അവന് ആരും കമ്പയർ ചെയ്യരുത്. അവന് വീടുണ്ട്, അല്ലെങ്കിൽ അവന് കാറുണ്ട്, അവന് പണമുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും വെച്ചിരിക്കുന്ന ജീവിതയാത്ര ഡിഫറൻ്റാണ്. മനസ്സിലായോ? എനിക്ക് വെച്ചിരിക്കുന്ന ജീവിതയാത്രയല്ല ഡെന്നിസ് ബ്രദറിന് ദൈവം കൊടുത്തേക്കുന്നത്. ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ജീവിതയാത്ര. പക്ഷേ അതിൽ നമ്മൾ സ്ഥിരതയോടെ ഓടുവാൻ, അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതയാത്ര, നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ദൈവത്തിന് മഹത്വം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ ജീവിതയാത്ര സുഗമമായി ഓടുവാൻ നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ജിബു ബ്രദർ ലോങ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോവും, അല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഉറക്കം വരുവാണെങ്കിൽ ജിബു ബ്രദർ യൂഷ്വലി എന്ത് ചെയ്യും? ഒന്നുകിൽ ലിബി സിസ്റ്റർ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പോകും. ആരെങ്കിലുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഉറക്കം വരില്ല. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഒരു കണക്ഷൻ വേണം. ആരുമായിട്ടാണ്? ദൈവമായിട്ടൊരു കണക്ഷൻ. ആ കണക്ഷൻ എങ്ങനെ നമുക്കെടുക്കാം? പ്രാർത്ഥന. ജീവിതയാത്രയിൽ വിജയകരമായി മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ദൈവമായിട്ടൊരു ബന്ധം വേണം. നിരന്തരം ദൈവമായിട്ട് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയിലൂടെ നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും അവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. യാക്കോബിന് എഴുതിയ ലേഖനം 5:16 അവസാന ഭാഗം ഒന്ന് വായിക്കാമോ? യാക്കോബ് 5:16 അവസാന ഭാഗം. അവസാന ഭാഗം മാത്രം വായിച്ചാൽ മതി. ഇവിടെ ഡിസ്പ്ലേയിലുണ്ട് അവസാന വാക്യം. നീതിമാൻ്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന. ഇപ്പോൾ പലരും കിടക്കാൻ പോകുമ്പോൾ ദൈവമേ എന്നെ സഹായിക്കണേ, എൻ്റെ മക്കളെ സഹായിക്കണേ, ആമേ, ഈ രീതിയിലുള്ള പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും അതല്ല ദൈവം പറയുന്നത്. ദൈവമായിട്ടൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ എന്നും ചോദിക്കുക എന്നുള്ളതല്ല. ദൈവമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ നാം എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് നല്ല ബോധ്യം വേണം. ദൈവത്തോട് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് വളരെ ഫലിക്കുന്നു. ഇപ്പോൾ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ട ഒന്ന് ദൈവമായിട്ടൊരു ബന്ധമാണ്, കണക്ഷനാണ്. ഈ കണക്ഷൻ കീപ്പ് ചെയ്താൽ തീർച്ചയായും നമുക്ക് അക്കരെ നാട്ടിലെത്തിച്ചേരുവാൻ സാധിക്കും. ദൈവത്തിന് മഹത്വം. ഇനി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഈ ജീവിതയാത്ര വിജയകരമായി ചെയ്ത ചില ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ദൈവത്തിന് മഹത്വം. നമുക്ക് അബ്രഹാമിൻ്റെ ചരിത്രം ഒന്ന് ചിന്തിക്കാം, അല്ലേ? അബ്രഹാമിൻ്റെ ഇറങ്ങിത്തിരിപ്പ് നമുക്ക് നല്ലതായിട്ട് അറിയാം. പുള്ളി ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി.
എങ്ങനെയാണ് ഇറങ്ങിയത്? ദൈവത്തിൻ്റെ വിളി കേട്ട് പുള്ളി ഇറങ്ങി, അല്ലേ? എത്രാമത്തെ വയസ്സിലാണ് ഈ അബ്രഹാം യാത്ര തുടങ്ങിയെന്നറിയാമോ? ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചാർക്കെങ്കിലും പറയാമോ? എത്രാമത്തെ വയസ്സിലാണ് അബ്രഹാം? എത്രാമത്തെ വയസ്സ്? 100? നോ. അബ്രഹാം തൻ്റെ എത്രാമത്തെ വയസ്സിലാണ് ദൈവം വിളിച്ചത്? ഇറങ്ങിപ്പോരാൻ പറഞ്ഞു. സകലം വിട്ട് പുള്ളി ഓൺ ദ സ്പോട്ടിൽ ഇറങ്ങി ദൈവത്തിൻ്റെ വിളി കേട്ടിട്ട്. 70 തെറ്റിപ്പോയി, 75ആണ്. 75-ാമത്തെ വയസ്സിലാണ് അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നത്. ഉൽപ്പത്തി 12:1 വായിക്കാമോ? നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. മതി. കണ്ടോ, ഇവിടെ കണ്ടോ, അബ്രഹാമിനോട് ദൈവം പറയാണ്, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെല്ലാം വിട്ടോളൂ, നീ ഞാൻ കാണിക്കുന്ന സ്ഥലത്തേക്ക്, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ യാത്ര ചെയ്ത്. സകലവും വിട്ട് പുള്ളി പുറപ്പെട്ടു. ആ സമയത്ത് അബ്രഹാം ദൈവത്തോട് ഒന്നും ചോദിച്ചില്ല, അല്ലേ? ദൈവത്തോട് കാലാവസ്ഥ ചോദിച്ചില്ല, എനിക്ക് എന്ത് കഴിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ഇപ്പം എൻ്റെ കുഞ്ഞൊക്കെ രാവിലെ എന്നും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മൊബൈലെടുത്ത് കാലാവസ്ഥ നോക്കും, വെതർ നോക്കും. എന്തിനാണ് നോക്കുന്നതെന്ന് എനിക്കറിയില്ല, സ്കൂൾ ബസ്സിൽ അവൾ പോകുന്നത്. പക്ഷേ വെതർ നോക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് പോകത്തുള്ളൂ എല്ലാ ദിവസവും രാവിലെ. നമ്മളും ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മളെന്താ ചെയ്യുക, അല്ലേ? നമ്മൾ തീർച്ചയായും മഴയുണ്ടോ, മഞ്ഞുണ്ടോ, കാറ്റുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടേ നമ്മൾ യാത്ര തുടങ്ങുള്ളൂ. പക്ഷേ ഈ അബ്രഹാമിൻ്റെ യാത്ര അങ്ങനെയല്ലായിരുന്നു. ദൈവം വിളിച്ച സ്പോട്ടിൽ, അടുത്ത 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഓക്കെ, സോ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ സകലവും വിട്ട് സ്പോട്ടിൽ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. ഒരു യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. അതെ, യഹോവ തന്നെ കൽപ്പിച്ചതുപോലെ തന്നെ അത് പുറപ്പെട്ടു. പക്ഷേ അബ്രഹാം ഒരു കാര്യം ചെയ്തു. ആ പോകുന്ന വഴിക്ക് മുഴുവൻ പുള്ളി വേറൊരു കാര്യം കൂടെ ചെയ്തുകൊണ്ടാണ് പോയത്. എന്താണെന്നറിയോ? പോകുന്ന വഴിക്ക് മുഴുവൻ പുള്ളി യാഗപീഠം പണിത് പോയത്. മനസ്സിലായോ? പുള്ളി വെറുതെ യാത്ര ചെയ്യുകയല്ല, ദൈവത്തിന് വേണ്ടി യാഗപീഠം പണിയാന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? യാഗപീഠം, ഇപ്പോൾ പുതിയ നിയമത്തിൽ സ്തോത്രം എന്ന യാഗം, അല്ലേ? നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ യാത്രയിൽ ഉടനീളം നമുക്ക് വേണ്ടത് ഈ സ്തോത്രം എന്ന യാഗമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വേണം യാത്ര ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പല കാര്യങ്ങളിലും ഇല്ലാത്ത ഒന്നാണ് ഈ സ്തോത്രം പറയുക എന്നുള്ളത്. ഇതെല്ലാം അന്യമായി പോയി. ഞങ്ങളുടെ പ്രത്യേകിച്ച് TPM ചർച്ചിലൊക്കെ സ്തോത്രം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് തന്നെ നിർത്തി സ്തോത്രം ചെയ്യിപ്പിക്കും. ദൈവസന്നിധിയിൽ സ്തോത്രം എന്ന യാഗം അർപ്പിച്ചുകൊണ്ട് അതാണ്. പക്ഷേ അബ്രഹാം ചെയ്തത് പഴയ നിയമകാലത്ത് പറയുന്ന പോലെ യാഗപീഠം പണിത് പുള്ളി പോയി. അതുകൊണ്ട് എന്തായി തീർന്നു പുള്ളിയുടെ യാത്രയുടെ അവസാനം? വിശ്വാസികളുടെ പിതാവ് എന്നുള്ള പേര് അബ്രഹാമിന് കിട്ടി. ദൈവത്തിന് മഹത്വം. ഇനി 2-ാമത്തെ ഒരു യാത്ര നമുക്ക് നോക്കാം. ഇസ്രായേലിൻ്റെ യാത്ര, അല്ലേ? ഇസ്രായേലിൻ്റെ യാത്ര നമുക്കറിയാം. ഈജിപ്തിൽ നിന്ന് അവർ യാത്ര ചെയ്തത് 40 വർഷമാണ് മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തത്. അവരുടെ ജീവിതയാത്രയാണ് 40 വർഷത്തെ യാത്ര. അവരെങ്ങനെയാണ് ഇറങ്ങി തിരിച്ചത്? എബ്രായർ 11:27 ഒന്ന് വായിക്കാമോ? കണ്ടോ, ഇസ്രായേൽ മക്കൾ യാത്ര തിരിച്ചു കണ്ടോ? അവരും വിശ്വാസത്താലാണ് ഇറങ്ങി തിരിച്ചത്. അവരും വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ അവരാരും കാണുന്നില്ല. അദൃശ്യ ദൈവമാണ്. അദൃശ്യ ദൈവത്തെ അവർ ഹൃദയം കൊണ്ട് കണ്ടു, ഉറച്ചു നിന്നു. രാജാവിൻ്റെ കോപമൊന്നും നോക്കിയില്ല, ഫറവോൻ്റെ കോപമൊന്നും നോക്കാതെ അവർ ഇറങ്ങിത്തിരിച്ചു. അവരുടെ യാത്രയിൽ എത്ര പ്രതികൂലങ്ങൾ നമുക്കറിയാം. മരുഭൂ യാത്ര എത്രത്തോളം പ്രതികൂലങ്ങളായിരുന്നു എന്ന്. പക്ഷേ ദൈവത്തോട് അവർ ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്, പകൽ മേഘവും രാത്രി അഗ്നി തൂണും. ദൈവത്തിന് മഹത്വം. ദൈവം അവരുടെ ആ യാത്രയിൽ കൂടെ നിന്ന കാര്യമാണ് പറയുന്നത്. പകൽ അതികഠിനമായ ചൂടാണ്. ആ സമയത്ത് മേഘം ദൈവം അവരുടെ മുമ്പിൽ നിർത്തി, അല്ലേ? നമുക്കറിയാം ചെങ്കടൽ പിളർത്തി, ഇതെല്ലാ കഥകളും ദൈവം അവരുടെ മുമ്പിൽ ചെയ്ത കാര്യങ്ങളാണ്. രാത്രി അവർക്ക് തണുപ്പ് വരുമ്പോൾ അഗ്നി തൂൺ അവരുടെ മുമ്പിൽ നിർത്തി. അങ്ങനെയാണ് അവരുടെ യാത്ര. അങ്ങനെ അവരെവിടെ എത്തിച്ചേർന്നു? കനാൻ ദേശത്ത് എത്തിച്ചേർന്നു. ദൈവത്തിന് മഹത്വം. ഇനി 3-ാമത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ചരിത്രമാണ് അടുത്ത്. ഞാൻ പലപ്പോഴും ഇവിടെ സങ്കീർത്തനം ശുശ്രൂഷിക്കുമ്പോൾ പറയാറുള്ളതാണ് രൂത്തിൻ്റെ ജീവിത യാത്ര, അല്ലേ? രൂത്തിൻ്റെ ജീവിതയാത്ര നമുക്കറിയാം. രൂത്ത് വിജയകരമായി എങ്ങനെ ജീവിതയാത്ര മുന്നോട്ട്? ഭർത്താവ് മരിച്ചു. ആ സമയത്ത് രൂത്തിന് ഒരു പ്രതീക്ഷയും മുന്നിലില്ലാത്ത അവസ്ഥയിൽ നവോമിയോട് രൂത്ത് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കാണ് എന്നെ ഏറ്റവും ടച്ച് ചെയ്തിട്ടുള്ളത്. നിൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം.
ഈ ഒറ്റ വാക്കിലാണ് നവോമിയുടെ കൂടെ രൂത്ത് ഇറങ്ങി തിരിച്ചു, അല്ലേ? രൂത്ത് 1:16 വായിക്കാമോ? അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. കണ്ടോ? നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ആ വിശ്വാസത്താൽ നവോമിയോട് കൂടെ രൂത്ത് യാത്ര തിരിച്ചു. രൂത്തിൻ്റെ അവസാനം എവിടെ എത്തിച്ചേർന്നു? യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ രൂത്ത് എത്തിച്ചേർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതയാത്ര ദൈവം അവർക്ക് കൊടുത്തായിട്ട് കാണുവാൻ സാധിക്കും. ദൈവത്തിന് മഹത്വം. അടുത്തത് നമുക്ക് യോനയുടെ യാത്ര നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. യോനയുടെ യാത്ര എൻ്റയർ ഡിഫറൻ്റ് ആണ്, അല്ലേ? നമുക്ക് ഈ യാത്രയിൽ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനുസരണം, ദൈവത്തോടുള്ള അനുസരണം. ഈ യോന ചെയ്തത് എന്താ? പുള്ളിയോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞു, പുള്ളി നേരെ തർശീശിലേക്ക് വണ്ടി കയറി, അല്ലേ? അനുസരിച്ചില്ല. ബാക്കിയുള്ള കാര്യം ഞാൻ പറയാതെ നമുക്കറിയാം. ദൈവം എടുത്ത് കടലിലിട്ടു, മത്സ്യം വിഴുങ്ങി, അവസാനം ദൈവം അവനെ എവിടെ എത്തിച്ചു? നിനവേ തന്നെ എത്തിച്ചു. ഇപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഇപ്പം വളരെ ചെറുപ്പകാലത്ത് നമ്മുടെ വീടിൻ്റെയൊക്കെ ചുറ്റുമതിൽ എന്ന് പറഞ്ഞാൽ മുള്ളുവേലിയാണ്, അല്ലേ? മുള്ളുവേലി അന്നത്തെ കാലഘട്ടത്തൊക്കെ കണ്ടിട്ടുണ്ടോ? പലരും കണ്ടിട്ടുണ്ടാവും മുള്ളുവേലി. അപ്പോൾ അത് മറ്റുള്ള ഈ ഇഴജന്തുക്കളോ ഒന്നും പുറത്തുനിന്ന് വരാതിരിക്കാനാണ് അന്നത്തെ കാലത്ത് വീടുകൾ ചുറ്റും ഒട്ടും ഗ്യാപ്പില്ലാതെ മുള്ളുവേലി കെട്ടും. അപ്പോൾ ഈ വീട്ടിൽ അന്നൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് ഈ കോഴിയെ മുറിക്കുകയൊക്കെ ചെയ്യുന്നത് ആ സമയത്താണ്, അല്ലേ? സൈലൻറ്റിലിട്ടാലും ഇത് വരും, അല്ലേ? അലാം. ഓക്കെ. സോ അതെ, ഇപ്പോൾ ഈ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ ഏറ്റവും മുതിർന്ന ആളോടോ അല്ലെങ്കിൽ ഏറ്റവും മൂത്ത മകനോടൊക്കെ പറയും, എടാ നീ ഒരു കോഴിയെ പിടിക്ക്, നമുക്ക് കറി വയ്ക്കാമെന്ന് പറയും, അല്ലേ? ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ അന്ന് ഈ കോഴിയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കോഴിയെ രാവിലെ തുറന്നു വിട്ടാണല്ലോ, ഈ പറമ്പിൽ നടക്കുമായിരിക്കും. ഇതിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പുറകെ ഓടും. അപ്പോൾ കോഴി ഓടും, അല്ലേ? ഓടി 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 കോഴി അവസാനം ഈ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ്, ഈ മുള്ളുവേലിയിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമോ എന്ന് നോക്കിയാണ് ഈ കോഴി ഓടുന്നത്. അവസാനം എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഈ കോഴി ആ തല അതിലേക്ക് കയറ്റും, അവസാനം കുടുങ്ങും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലാവുമ്പോൾ ഈ പിടിക്കാൻ പോയ ആൾ പുറകെ പോയി കോഴിയുടെ കാലേ പിടിക്കും, അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ നമ്മൾ കുറേ ഓടും, ഓടി 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 അവസാനം തല കുടുങ്ങി കഴിയുമ്പോൾ ദൈവം പുറകെ നിന്നൊരു പിടി പിടിക്കും, അല്ലേ? ആ അവസ്ഥയിലേക്ക് നാം വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തെ അനുസരിക്കണം, ദൈവം തന്നിരിക്കുന്ന വചനത്തെ അനുസരിക്കണം. പല കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നമ്മൾ അവൻ്റെ കുറ്റവും ഇവൻ്റെ കുറ്റവും അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ഇതൊന്നുമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലേ? ദൈവം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേദപുസ്തക അടിസ്ഥാനത്തിൽ. നമ്മളത് അനുസരിച്ച് പോയില്ലെങ്കിൽ ഈ യോനയ്ക്ക് വന്ന അതേ അവസ്ഥ, ദൈവം നമ്മളെ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാതെ മുന്നോട്ട് പോകണം ജീവിതയാത്ര. ദൈവത്തിന് മഹത്വം. അടുത്ത സമയം മുന്നോട്ട് പോയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത നമുക്ക് ഈ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതയാത്ര കൂടി ഒന്ന് ചിന്തിക്കാം. ഓക്കെ, പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതയാത്ര, അല്ലേ? നമുക്കറിയാം ഈ പൗലോസിൻ്റെ മുന്നത്തെ പേരെന്തായിരുന്നു? ശൗല്, അല്ലേ? പൗലോസിൻ്റെ ചരിത്രം നമുക്കറിയാം. പുള്ളി ആരായിരുന്നു? ശിഷ്യന്മാരെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലേ? ശിഷ്യന്മാരെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് യെരുശലേമിലെ ശിഷ്യന്മാരെ ഉപദ്രവിക്കുക, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക, ഇതായിരുന്നു അവൻ്റെ തൊഴിൽ, ശൗല്. എന്നാൽ ഈ ശൗലിനെ അത് കഴിഞ്ഞിട്ട് ശൗൽ എന്ത് ചെയ്തു? യെരുശലേമിലെ ശിഷ്യന്മാരെ ഉപദ്രവിച്ച് പോരാഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ദമസ്കോസിൽ പോയി അവിടെയുള്ള സഭകളെ മുഴുവൻ ഞാൻ നശിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മഹാപുരോഹിതൻ്റെ അടുത്ത് സമ്മതപത്രം മേടിച്ചു, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 9:1-2 വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 9:1-2. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. കണ്ടോ? മതി കണ്ടോ? അധികാരപത്രം വാങ്ങി പുള്ളി യാത്ര ചെയ്യുവാണ്. ഈ ശൗൽ ആരാണ്? നമുക്കറിയാം ശൗലിൻ്റെ പിന്നീടുള്ള ജീവിതയാത്ര, അല്ലേ? പോകുന്ന വഴിക്ക് പുള്ളിയുടെ കാഴ്ച പോയി ദമസ്കോസിൽ വെച്ച്, അല്ലേ? നമുക്ക് ചരിത്രം എല്ലാം അറിയാം. പുള്ളിയുടെ 1ാം മിഷണറി യാത്ര, 2ാം മിഷണറി യാത്ര, 3ാം മിഷണറി. നമ്മുടെ ഈ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പേജിൽ പൗലോസ് യാത്ര ചെയ്തിടത്തോളം വേറെ ആരും യാത്ര ചെയ്തിട്ടില്ല. അത്രമാത്രം യാത്ര ചെയ്തു. ദൈവം എവിടെ നിന്നാണ് പുള്ളിയെ കൊണ്ടുവന്നേ? കണ്ടോ? ഈ അവസ്ഥയിൽ നിന്ന് ദൈവം പുള്ളിയെ കൊണ്ടുവന്ന് മിഷണറി യാത്രയിലൂടെ നടത്തി ദൈവം മുന്നോട്ട് കൊണ്ടുപോയി. ദൈവത്തിന് മഹത്വം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മൾ ഏറ്റവും ആദ്യം വായിച്ച വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാമോ?
സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. കണ്ടോ, ഈ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. ആദ്യത്തെ ഭാഗമാണ് നാം ചിന്തിച്ചത്, എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അതായത് നമ്മുടെ എല്ലാ യാത്രകളിലും ദൈവത്തെ നനച്ച് അനുസരിച്ച് പോയാൽ, അടുത്ത വാക്യത്തിൽ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അപ്പം നാം ദൈവസന്നിധിയിൽ ദൈവത്തെ അനുസരിച്ച് കീഴ്പ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു പോയാൽ ദൈവം മുന്നേ പോയി നമ്മുടെ പാതകൾ നിരപ്പാക്കും. അല്ലേ? ദൈവം മുന്നേ പോയി സുഗമമായൊരു യാത്ര ഒരുക്കി തരും. ഇപ്പം സങ്കീർത്തനം നമ്മൾ കേട്ടു അല്ലേ? പടക്, യേശു സ്ലീപ്പ് ചെയ്യായിരുന്നു പടകിൽ. ആ സമയത്ത് കണ്ടോ, ആ ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് പോയത് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിനെ എപ്പോൾ വിശ്വസിക്കുന്നുവോ, നമ്മൾ ദൈവത്തെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നനച്ച് ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും കർത്താവ് മുന്നേ പോയി നമ്മുടെ പാത നിരപ്പാക്കും. ദൈവത്തിന് മഹത്വം. ഫിലിപ്പിയർ 4:6-7 ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് നിർത്താം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. കണ്ടോ, ഇതിന് 6-ാമത്തെ ഒന്ന് ഡിസ്പ്ലേ ഇടാമോ? കണ്ടോ, ഈ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ജീവിതയാത്രയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തെ നനച്ച് മുന്നോട്ട് പോയാൽ ഒന്നിനെക്കുറിച്ച് നീ വിചാരപ്പെടണ്ട. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചാൽ മാത്രം മതി. നാം ദൈവത്തോട് സ്തോത്രത്തോടെ അറിയിക്കണം. നാം വളരെ ജാഗരരായി, നമ്മൾ പ്രാർത്ഥിക്കുന്ന വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. നാം പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നമുക്കൊരു ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. ഈ ക്രിസ്തീയ യാത്ര, ഈ ജീവിതയാത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നാം ഇത്രത്തോളം ഓടി അല്ലേ, ഈ ഓടിയത് അധ്വാനിച്ചതൊന്നും വൃഥാവായി പോകരുത്. മനസ്സിലായി? നമ്മുടെ ഇപ്പോൾ ഏജ് നോക്കിയാൽ നമുക്കിപ്പോൾ ഒരു 40 വയസ്സോ അല്ലെങ്കിൽ 45 വയസ്സ് ഇനി എത്ര നാൾ മുമ്പോട്ട് ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ ദൈവത്തിന് അറിയാം. പക്ഷേ ഈ ഇത്രയും നാൾ ഓടിയതൊന്നും വൃഥാവായി പോകരുത്. വെറുതെ ആയി പോകാതിരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഈ ജീവിതയാത്ര വിജയകരമായി തീരുവാൻ നാം നീന്തണം. മുമ്പിലുള്ള യേശു ക്രിസ്തു, ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ മാത്രം, നമ്മൾ വേറെ ഒന്നും ഫോക്കസ് ചെയ്യരുത്. ആ നദിയിലൂടെ നീന്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ക്രൂശിതനായ യേശുവെ അല്ലേ, നമുക്ക് വേണ്ടി ജീവൻ വെച്ച ആ യേശുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നാം നീന്തണം. ആ നീന്തുന്നതിൻ്റെ ഇടയിൽ എത്ര പ്രതികൂലം വരും, കാറ്റ് വന്നോട്ടെ, കോള് വന്നോട്ടെ, മഴ വന്നോട്ടെ, ഒന്നും ശ്രദ്ധിക്കേണ്ട. യേശു ക്രിസ്തു, ക്രൂശിതനായ യേശുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.